നമസ്കാരം. ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സനൂപ്. ഞാൻ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റാണ് എടുക്കുന്നത്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. അതായത് ചാപ്റ്ററിൻ്റെ പേര് എന്ന് പറയുന്നത് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് എന്നുള്ളതാണ്. അതായത് അതിനകത്ത് പ്രത്യേകം പറയുന്നത് നമ്മളുടെ കാറ്റിൻ്റെ സോഴ്സിനെ കുറിച്ച്, അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഈ ചാപ്റ്ററിലെ തുടക്ക ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ സമയത്ത് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റ് ഉണ്ടാവുന്നത് ദ വിൻഡ് ഈസ് ഫോംഡ് ഡ്യൂ ടു ദ വേരിയേഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതാണ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വേരിയേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്തുണ്ടാവുന്നത്, കാറ്റുകൾ ഉണ്ടാവുന്നത് എന്നതിനെ തുടർന്നാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ള ഒരു പോർഷൻ പഠിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിൻഡിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അതായത് ദ ആവറേജ് വെയ്റ്റ് ഓഫ് ദ വിൻഡ് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള കാറ്റിൻ്റെ ഭാരത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഭാരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ ആവറേജ് വെയ്റ്റ് ഇൻ ആൻ എയർ ഈസ് 1034 മില്ലിഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, 1034 മില്ലിഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആവറേജ് വെയ്റ്റ് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഇൻസ്ട്രുമെൻ്റ് ഈസ് നോൺ ആസ് മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നത്. അത് അളക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്ന് പറയുന്ന യൂണിറ്റാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് നമ്മൾ പ്രധാനമായും പഠിച്ച 3 കാര്യങ്ങളാണ്. ഒന്നാമതായി നമ്മൾ പഠിച്ചത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വെയ്റ്റ്, ആവറേജ് വെയ്റ്റ് ഈസ് 1034 മില്ലിഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. യൂണിറ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഈസ് millibar and hectopascal, and the instrument that are used to find atmospheric pressure is known as mercury barometer. മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായി അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുത്തതായി പഠിക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ടേംസുകളും, അതായത് ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഉയരം, ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താപനില, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ആർദ്രത. ഈ 3 ഘടകങ്ങളും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി തുടങ്ങിയ 3 ഘടകങ്ങളും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം, ദ പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആ ബന്ധം നമുക്ക് ക്ലിയറായിട്ട് ആദ്യം അങ്ങ് പറയാം, പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ആ ബന്ധം വന്നത് എന്ന്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം വിപരീത അനുപാതത്തിലാണ്, വിപരീത ദിശയിലാണ് അവർ സഞ്ചരിക്കുന്നത് നമുക്ക് പറയാം. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആൾട്ടിറ്റ്യൂഡും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഉയരം കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു വരുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഓൾട്ടിറ്റ്യൂഡും അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉയരം കൂടുന്തോറും കാറ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞു വരും. ഉയരം കൂടുന്തോറും കാറ്റിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അളവ് കുറഞ്ഞു വരും. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്, കാറ്റിൻ്റെ വെയിറ്റിനെ തുടർന്നാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഉയരം കൂടുന്തോറും കാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഓൾട്ടിറ്റ്യൂഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്.
ഉയരം കൂടുന്തോറും കാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റിൻ്റെ അളവ് കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സാധാരണയായി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഉയരം കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഷർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ പ്രഷറും ഓൾട്ടിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം. അതായത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അതും വിപരീത അനുപാതത്തിലാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ടാണ് ഈ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ വിപരീത അനുപാതത്തിൽ നിൽക്കുന്നത് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും. താപം കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂടടിക്കുമ്പോൾ എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? വികാസം പ്രാപിക്കുന്നു. അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു വികാസം പ്രാപിക്കുന്നു? എയർ, കാറ്റ് എന്ത് ചെയ്യുന്നു? വികാസം പ്രാപിക്കുന്നു. ദ എയർ ഈസ് എക്സ്പാൻഡഡ് ഡ്യൂ ടു ദ ഹീറ്റ്. അതായത് ഹീറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ എയർ എന്ത് ചെയ്യുന്നു? വികാസം പ്രാപിക്കുന്നു. വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അതിൻ്റെ സാന്ദ്രത കുറയുന്നു. എന്ത് കുറയുന്നു? അതിൻ്റെ സാന്ദ്രത കുറയുന്നു. അതേപോലെ തന്നെ അതിൻ്റെ എന്തും കുറയുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷറും കുറയുന്നു. വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കപ്പെടും. പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്ത് കുറയുന്നു? പ്രഷർ കുറയുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ആർദ്രതയും അന്തരീക്ഷമർദ്ദവും തമ്മിലുള്ള ബന്ധം. ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ മറ്റുള്ള 2 കേസുകളിൽ പഠിച്ചതുപോലെ തന്നെ, അതായത് ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ എന്നീ 2 ഘടകങ്ങളിൽ പഠിച്ചതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ തന്നെയാണ് ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും. അതായത് ദ ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അത് വിപരീത അനുപാതത്തിലാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നോക്കാം. അങ്ങനെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം, എന്താണ് നമ്മുടെ ഈ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് നമ്മൾ നോക്കേണ്ടി വരും. എന്താണ് ഹ്യൂമിഡിറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർദ്രത? എന്താണ് ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി ഈസ് ദ പ്രസൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മളുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ജലകണികകളുടെ അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹ്യൂമിഡിറ്റി. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ജലകണികകളുടെ അളവിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹ്യൂമിഡിറ്റി. ദ പ്രസൻസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ആ ഹ്യൂമിഡിറ്റി, അപ്പോൾ നമുക്ക് നോക്കാം, ഹ്യൂമിഡിറ്റി കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? വാട്ടർ മോളിക്യൂൾസിൻ്റെ അളവ് കൂടുക എന്നുള്ളതാണല്ലോ. വാട്ടർ മോളിക്യൂൾസിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് കുറയുന്നു? പ്രഷർ കുറയുന്നു. ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് 3 ഘടകങ്ങളും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിച്ചത്. ആ 3 ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? ടെമ്പറേച്ചർ ഒന്നാമത്തെ ഘടകം, രണ്ടാമത്തെ ഘടകം ഓൾട്ടിറ്റ്യൂഡ്, മൂന്നാമത്തേത് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള ബന്ധമായിരുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം എന്താണ്? ദേ ആർ ആൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമതായി നമ്മൾ പഠിച്ചത് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പഠിച്ചു. എന്തായിരുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് എയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് കഴിഞ്ഞിട്ട് ആവറേജ് വെയ്റ്റ് 1034 mg/cm². ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിബാർ ഓർ ഹെക്ടോപാസ്കൽ ആണ്. ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് നോൺ ആസ് മെർക്കുറി ബാരോമീറ്റർ. അതായത് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അളക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പിന്നെ പഠിച്ചത് എന്തായിരുന്നു? ദ റിലേഷൻ ബിറ്റ്വീൻ, അതായത് ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, അതേപോലെ തന്നെ ഹ്യൂമിഡിറ്റി, ഈ 3 ഘടകങ്ങളും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ പഠിച്ചു. ആൾട്ടിറ്റ്യൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. Temperature and atmospheric pressure are inversely proportional. Humidity and atmospheric pressure are
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ്. നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് 4 പ്രഷർ ബെൽറ്റുകളാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ്. അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയും. ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് മർദ്ദം കുറവായ അല്ലെങ്കിൽ പ്രഷർ കുറവായ മേഖല തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിരുന്നു, വർഷം മുഴുവനും ഏകദേശം ഒരേപോലെ താപനില ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏരിയയാണ് എന്ന് പറയുന്നത് ഇക്വേറ്റർ മേഖല, അല്ലെന്നുണ്ടെങ്കിൽ ഭൂമധ്യരേഖയുടെ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭൂമധ്യരേഖയുടെ മേഖലയിൽ നമ്മൾ വർഷം മുഴുവനും ഒരേപോലെ താപനില രേഖപ്പെടുത്തുന്നത് കൊണ്ട് ഇവിടെ പ്രഷറിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മേഖലയെ അറിയപ്പെടുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇനിയും അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 2 പ്രധാനപ്പെട്ട മേഖലകളാണ്. അതായത് 30 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലും 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനെ അടിസ്ഥാനപ്പെടുത്തി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അറിയപ്പെടുന്നു. നോർത്തിലും സൗത്തിലും അത് ഒരേ പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ടാണ് ഈ മേഖലയെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നറിയപ്പെടുന്നതെന്ന് നോക്കാം. അതിൻ്റെ അവസാനത്തെ പേര് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ എന്താണ്? മർദ്ദം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ മർദ്ദം കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചൂട് കൂടുതലാണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വായു എന്തു ചെയ്യുന്നു? അല്ലെങ്കിൽ എയർ ഈസ് എക്സ്പാൻഡഡ് ആൻഡ് റൈസപ്പ്, അതായത് വികസിക്കുകയും അത് ഉയർന്നു മേലോട്ട് പൊങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഉയർന്നു മേലോട്ട് പൊങ്ങുന്ന വായു ഭൂമിയുടെ റൊട്ടേഷൻ മൂലം ചുഴറ്റി എറിയപ്പെടുന്നു. എങ്ങോട്ട് ചുഴറ്റി എറിയപ്പെടുന്നു? ഇതിൻ്റെ 2 മേഖലകളിലേക്കും. ഏത് മേഖലകളിൽ നിന്നാണ്? ഇക്വേറ്ററിൻ്റെ മേഖലയിൽ നിന്നും ചൂട് പിടിച്ച് ഉയർന്നു പോകുന്ന വായു ഭൂമിയുടെ ഭ്രമണം മൂലം ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് എന്ത് ചെയ്യുന്നു? ഇത് ചുഴറ്റി എറിയപ്പെടുന്നു. എങ്ങോട്ടാ? 2 മേഖലകളിലേക്ക്, ഉത്തരമേഖലയിലേക്കും ദക്ഷിണ മേഖലയിലേക്കും. അതായത് നോർത്തേൺ റീജിയണിലേക്കും സതേൺ റീജിയണിലേക്കും ചുഴറ്റി എറിയപ്പെടുകയും ആ ചുഴറ്റി എറിയപ്പെടുന്ന വായു തണുത്ത് താഴേക്ക് വരുന്ന മേഖലയാണ് എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതായത് ഇവിടെ നിന്ന് ചുഴറ്റി എറിയുന്ന വായു തണുത്ത് അതായത് ഏകദേശം ഇങ്ങനെ കറങ്ങി ഏത് മേഖലയിൽ വരുന്നു? ഈ സബ് ട്രോപ്പിക്കൽ മേഖലയിൽ എത്തുന്നു. അത് തണുത്ത് താഴെ എത്തുമ്പോഴേക്കും എന്താവും? വായു തണുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രഷർ കൂടും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇനി നമുക്ക് 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഏരിയയിൽ നോക്കാം. 60 ഡിഗ്രി മേഖലയിൽ വരുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റാണ്. അതിൻ്റെ അവസാനം നോക്കുമ്പോൾ തന്നെ അറിയാം ലോ പ്രഷറാണ്, വളരെ കുറഞ്ഞ പ്രഷറാണ്. എന്തുകൊണ്ടാണ് അവിടെ കുറഞ്ഞ പ്രഷർ രേഖപ്പെടുത്തുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ നേരത്തെ ഇക്വേറ്ററിൻ്റെ കേസിൽ പഠിച്ചതുപോലെ തന്നെ ഏറ്റവും മുകളിൽ പോളാർ റീജിയനാണ്. പോളാർ ധ്രുവ മേഖലയാണ്. ധ്രുവപ്രദേശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തണുപ്പ് വർഷം മുഴുവനും രേഖപ്പെടുത്തുന്ന മേഖലയാണ് എന്ന് പറയുന്നത് പോളാർ റീജിയൻ. ആ പോളാർ റീജിയനിൽ നിന്നുള്ള തണുത്ത കാറ്റ് ഭൂമിയുടെ ഭ്രമണം മൂലം ചുഴറ്റി എങ്ങോട്ട് എറിയപ്പെടുന്നു? സബ്പോളാർ റീജിയനിലേക്ക് എറിയപ്പെടുന്നു. സബ്പോളാർ റീജിയനിലേക്ക് എറിയപ്പെടുമ്പോൾ ഘർഷണത്തിൻ്റെ ഫലമായിട്ട് ഈ സബ്പോളാർ റീജിയനിലെത്തുമ്പോൾ ആ എയറിന് കുറച്ച് ചൂടുണ്ടാകുന്നു. ഏത് മേഖലയെ അടിസ്ഥാനപ്പെടുത്തി? പോളാർ റീജിയനിലേക്കാണ് കുറച്ച് ചൂട് കൂടുതൽ സബ്പോളാർ റീജിയനിൽ കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഈ പോളാർ റീജിയനിൽ നിന്നും ചുഴറ്റി എറിയപ്പെടുന്ന കാറ്റ് എന്തുകൊണ്ടാണ് ചുഴറ്റി എറിയപ്പെടുന്നത്? ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ കാറ്റ് ചുഴറ്റി എങ്ങോട്ട് എറിയപ്പെടുന്നു? സബ്പോളാർ റീജിയനിലേക്ക് എറിയപ്പെടുന്നു. അപ്പോൾ ആ കാറ്റ് ഘർഷണം മൂലം ചൂട് പിടിക്കുകയും അവിടെ കുറച്ച് ചൂട് ഏതിനെ അപേക്ഷിച്ച് പോളാർ റീജിയനെ അപേക്ഷിച്ച് കൂടി വരികയും ചെയ്യും. അങ്ങനെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ആ മേഖലയിൽ അപ്പോൾ എന്ത് കുറവായിരിക്കും? പ്രഷർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയെ ഏത് പേരിട്ട് വിളിക്കുന്നു? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന പേരിട്ട് വിളിക്കുന്നു. ഏത് മേഖലയെ? 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ഏരിയ. ഇനി അടുത്ത ഏതാണ്? 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തുമാണ്. 90 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി സൗത്തും അറിയപ്പെടുന്നത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ്. അതിൻ്റെ അവസാനത്തെ പേര് നോക്കിയാൽ അറിയാം എന്താണ്? അവിടെ പ്രഷർ കൂടുതലാണ്, ഹൈ പ്രഷറാണ്. അത് ഏത് മേഖലയിലാണ്? പോളാർ മേഖലയിലായതുകൊണ്ടാണ് ഇതിനെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന പേരിട്ട് വിളിക്കുന്നത്. പോളാർ മേഖലയിൽ തണുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് എന്ത് കൂടുതലായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ കുറവാണ്, അതുകൊണ്ട് പ്രഷർ അവിടെ കൂടുതലാണ്. സോ ദിസ് ഈസ് നോൺ ആസ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്.
ഓക്കെ, നമ്മളിന്ന് മുഴുവനും ഡിസ്കസ് ചെയ്ത പോർഷൻ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. റിലേഷൻ, വിവിധ ഘടകങ്ങളും അറ്റ്മോസ്ഫിയർ പ്രഷറും തമ്മിലുള്ള റിലേഷൻ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ 3 പ്രധാനപ്പെട്ട പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ബാക്കി പോർഷൻ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.